അതെ പിന്നെ എല്ലാവരും വരുന്നുള്ളൂ. പിന്നെ കുറച്ച് പേര് പുറകില്ല. എല്ലാവരും അത് കാലാവസ്ഥയുടെ പ്രശ്നം കാരണം എല്ലാവരും കുറച്ച് ചുമന മരുന്നൊക്കെ കഴിക്കാൻ പോയിരിക്കുകയാണ്. കഴിഞ്ഞിട്ട് വരും. അല്ലാത്തവർ വരുന്നുണ്ട്. അപ്പോൾ സിദ്ധ്, നിനക്ക് നല്ലൊരു കോറസ് വേറെ അറിയാലോ? ആ കോറസ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്ക് നോക്കിയാലേ. പാടില്ലേ? കേൾക്കുന്നില്ല? പാടില്ലേ? നന്നായിട്ട് പാടുന്നുണ്ട്. പുറകില് എല്ലാ ബാക്ക് ബെഞ്ചേഴ്സിനും ഞങ്ങളുടെ വക. ഇവിടെ ഈ പുറകില് എല്ലാവരും നന്നായി പാടുന്നുണ്ടെന്ന് മനസ്സിലായി. എന്നാലും ഇതാ ഒരു ഞരങ്ങല് മാത്രമേ ഉള്ളൂ. ഇവിടെ പിന്നെ പുറകില്ല, ഈ നടുവിൽ കൂടി കഴിയണം. അപ്പോൾ ആക്ച്വലി നമുക്ക് രണ്ട് സെറ്റാക്കിയ സിദ്ധാർത്ഥം. ഈ ലൈറ്റാണ് ഇതിൻ്റെ നടുവെന്നാണ് തോന്നുന്നത്. ഈ ലൈറ്റിലിരിക്കുന്ന ഈ ചേച്ചിമാരിക്കും സോറി അതായിട്ട് വന്നത് അമ്മച്ചി എന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെയൊക്കെ എന്ത് കേൾക്കും. ചേച്ചി എന്നാ പറഞ്ഞത്, ചേച്ചിയല്ല അമ്മച്ചി എന്ന് പറഞ്ഞത്. ഞാൻ അമ്മ എന്ന് പറഞ്ഞപ്പോഴേക്കും നിർത്തി. അപ്പൊ ഈ വരാതെ മുകളിൽ ഇങ്ങോട്ടുള്ളവർ ഒരു ടീം, ഇങ്ങോട്ടുള്ള ഒരു ടീം. അപ്പൊ നിങ്ങൾ അവിടെയാണ്. കാരണം എന്താ പറയുക, ഈ കോറസിന് ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ടീം സെറ്റ് ചെയ്യാൻ പോവാ. അപ്പോൾ നിങ്ങളിത് ചെയ്തേക്ക്. ഡോക്ടറൊക്കെ ആ വഴിക്ക് പോയി ഇതേപോലെ കുഴപ്പമില്ല, നമ്മൾ രാത്രി കാണും, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഈ സൈഡ് റെഡിയാണോ? അപ്പൊ ഈ സൈഡിൽ നിങ്ങളുണ്ട്. നിങ്ങൾ നമ്മുടെ പരീക്ഷിക്കുന്ന ഹോൾ ടിക്കറ്റ് കിട്ടാൻ വരുന്നവരും ഏതെങ്കിലും നോക്കിയിട്ടെല്ലാവരും. അപ്പൊ ഉറക്കെ പാടുന്നുണ്ടോ? നിങ്ങൾ തുടങ്ങിക്കോ. റെഡിയല്ലേ? 1 2 3 go. എന്തൊരു ശാന്തമായ ഒരു മൂകത. എന്തായാലും ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങളിപ്പോ കണ്ടോ, നമ്മൾ റെഡിയാണോ? 1 2 3 4. എന്താണ് മക്കളെ? എനിക്ക് ഇവരോട് ചോദിക്കാം, നിങ്ങൾക്ക് വല്ല പറയാനുണ്ടോ? എന്താ പറയാ? ഞങ്ങൾ നന്നായി പാടിയെന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. നന്നായി പാടാൻ റെഡിയായിരുന്നു കേട്ടോ. ഇപ്പൊ റെഡിയല്ലേ? കേൾക്കുന്നില്ല? റെഡിയല്ലേ? So let's do this. 1 2 3 go. നന്നായി പാടിയില്ലേ? നമ്മൾ റെഡിയാണോ? 1 2 3 4. എന്താ കുഴപ്പം? ഞങ്ങൾ വിജയിക്കാൻ വേണ്ടി ജനിച്ചവരാ തോന്നുന്നു. അപ്പൊ എന്തെങ്കിലും പറയണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെ ഒരു കാര്യം മലയാളികൾ ഒരിക്കലും ചെയ്യില്ല. ഒരാൾ നന്നാവരുതെന്ന് മാത്രമല്ല നമ്മുടെ ആഗ്രഹം. അതൊന്നും ഒരിക്കലും ഒരു പാടില്ല. നിങ്ങൾക്ക് ഒരു ഫിനാലെ വേണമെങ്കിൽ നടത്താം. എന്തായാലും ജഡ്ജ് ഒരു റഫറിയുടെ ആവശ്യമില്ല. എന്നാൽ പോലും ഒരു റഫറി വേണം അല്ലേ? സത്യസന്ധനായിട്ട് ആരല്ല സത്യം മാത്രം പറയാൻ സത്യശീലനുണ്ട് അവിടെ. അത് സന്തോഷിച്ച മാത്രമേ ഉള്ളൂ എന്നാണ് ഇടവകയുടെ അഭിപ്രായം. അപ്പൊ അച്ഛനെ നമുക്ക് റഫറിയെ വിളിച്ചാലോ? അച്ഛൻ ഒന്ന് കയറി വരും പ്ലീസ്. നമുക്ക് റഫറിയുടെ ആവശ്യമുണ്ട്. അച്ഛൻ ഒരിക്കലും നുണ പറയാറില്ല. വീട്ടിലാണെങ്കിൽ പോലും അച്ഛൻ പേര് ഒരിക്കലും നുണ പറയാറില്ല. നമ്മളൊക്കെ അങ്ങനെയല്ല. അതെ, നമ്മളൊന്നും ഒരിക്കലും നുണ പറയാറില്ല. അച്ഛാ എല്ലാവരും ഒന്ന് കൈകൊണ്ടി പ്രോത്സാഹിപ്പിക്കുക അച്ഛനെ. അച്ഛൻ അവിടെ നിന്നാണോ? അത് ശരി, പക്ഷേതാണല്ലോ. ഇവിടെ നിന്ന് നോക്കണം. അച്ഛൻ ഈ സൈഡിലാണോ ശബ്ദം കൂടുതൽ? ഈ സൈഡിൽ ശബ്ദം കൂടുതലാണ്. അച്ഛൻ കറക്റ്റായിട്ട് അച്ഛൻ പറയും. പിന്നെ വേറൊരു കാര്യം, അച്ഛനിപ്പോൾ എന്നോട് ഇങ്ങനെ നിശബ്ദമായി പറഞ്ഞു, ജയിക്കുന്ന ടീമിന് നാളെ പള്ളിയിലേക്ക് വന്ന അച്ഛൻ്റെ വക എല്ലാവർക്കും ഒരു കോയിൻ്റെ ബിരിയാണി. അല്ല, ഇതിനകത്തൊരു പ്രശ്നമുണ്ട്.
ഇവിടെ ഇരിക്കുന്നവർ എന്റെ പള്ളിക്കാരാണ്, ഇവിടെ ഇരിക്കുന്നവർ എന്റെ പള്ളിക്കാരാണ്. എനിക്ക് സന്തോഷമായി. ഇങ്ങനെയില്ലതോടെ കലകുണ്ടാക്കി പോണം. അച്ഛൻ അയ്യോ നമ്മളെ ആപ്പിലാക്കിട്ട് പോകണം പരിപാടി. കുഴപ്പമില്ല. അച്ഛന്മാരത് ഒരിക്കലും ആപ്പില്ല. അച്ഛന്മാർക്ക് എൻ്റെ ഒരു നാക്കുണ്ട് അല്ലേ? അല്ലെ, എല്ലാവരും സന്തോഷിപ്പിച്ച് നിർത്താം. അത് എനിക്കറിയാം എന്താ സംഭവിക്കാൻ പോണത്, കാര്യമില്ല. എന്നാലും അച്ഛന് നമുക്ക് ഒരു അവസരം കൊടുക്കുന്നു അല്ല അച്ഛാ? ആ സൈഡ് പാടാൻ പോവാ, ഈ സൈഡ് പാടാൻ പോവാ. അപ്പോൾ ഫസ്റ്റ് കിട്ടുന്നവർക്ക് അത് അച്ഛനെ തീരുമാനിക്കുക ആരാണ് നന്നായി പാടിയത്. റെഡി? സിദ്ധാർത്ഥ പാടാ. അപ്പൊ അച്ഛൻ കേൾക്കാൻ പോവാണ്. ഈ പ്രാവശ്യം ഫസ്റ്റ് അവർ പാടട്ടെ, കാരണം ഇവർക്ക് ഒരു ഇതാണ് അല്ലേ? അതെ അതെ അതെ. ആണോ? ഫസ്റ്റ് നമ്മൾ റെഡിയാണോ? നമുക്ക് എന്താ പ്രശ്നം അല്ലേ ചേച്ചി? എടാ നിനക്ക് മൈക്ക് വേണ്ടെന്റെ പൊന്നു. മൈക്കില്ലാതെ നീ വേറെ ലെവലാവും. അത് ഡാൻസ് വരുത്തി നിന്റെ ശബ്ദം. റെഡി? 1 2 3 എനിക്കിനി അന്തരിച്ചാൽ മതി. അടുത്ത റെഡി? അടുത്ത സ്ഥലം. അപ്പോ എല്ലാവർക്കും മനസ്സിലായില്ല ഇപ്പൊ എന്താ ചെയ്യണ്ടേ? Ready? Okay, so 1 2 1 2 3 go. ചതിയായി പോയി. ചതിയായി പോയി. ചേട്ടാ എത്ര പ്രതീക്ഷിച്ചില്ല. ഇവിടെ രക്ഷപ്പെട്ടത് അച്ഛനാട്ടാ. ആക്ച്വലി ഞങ്ങൾ ജഡ്ജ് ഉണ്ടായിരുന്നില്ല ചേട്ടാ. ഇപ്പോൾ ഞങ്ങൾ കോമ്പറ്റീഷൻ സമയത്താണ് ഞങ്ങൾ പക്ഷെ പെർഫോം ഇവിടെ രക്ഷപ്പെട്ടത് അച്ഛനാ. അച്ഛന് അല്ല, എന്നാലും അച്ഛന്റെ ചെവി വളരെ നല്ല ചെവിയാണ്. ഇത്തിരി ശബ്ദം കൂടിയാൽ പോലും അച്ഛന് തിരിച്ചറിയാൻ പറ്റും. എനിക്കൊരു കൺഫ്യൂഷനാണ്. എന്താണ് ഇവിടെ ഒരു പോലെ, അവിടെ ഒരു പോലെ. വേണ്ട, നമുക്ക് അച്ഛനൊരു ചാൻസ് കിട്ടാൻ നിൽക്കുകയാണ്. കാരണം അച്ഛൻ എന്തറിയോ, ഈ എത്ര നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിലും കൂർക്കം വലിക്കുന്നവരെ അച്ഛൻ പെട്ടെന്ന് കണ്ടുപിടിക്കും പള്ളിയിൽ. അതല്ല, അടുത്ത ഞായറാഴ്ച പള്ളി പോകേണ്ടത് അതുകൊണ്ടാണ്. എന്തായാലും അച്ഛന് ഫിനാലെ കഴിഞ്ഞിട്ട് അച്ഛന് പറയും, അച്ഛൻ കൈ കാണിക്കുന്ന സൈഡ് ജയിക്കും, രണ്ട് സൈഡ് കാണിച്ചാലും രണ്ടുപേരും ജയിക്കും. അപ്പൊ അച്ഛന് ഇപ്പൊ അവസരം കൊടുക്കുക. 1 2 3. താങ്ക് യു അച്ഛൻ, സത്യം പറഞ്ഞിട്ടോ. താങ്ക് യു അച്ഛാ, താങ്ക് യു സന്തോഷം അച്ഛാ. എല്ലാവരും സന്തോഷത്തിന് ഒന്ന് കൈകൊണ്ടിരിക്കുക. താങ്ക് യു, താങ്ക് യു. അപ്പോൾ എത്തിച്ചു പറഞ്ഞാൽ എവിടെ ഇല്ലാത്തൊരു ശക്തി എല്ലാം കൂടെ കീറി. അതൊന്നുമല്ല കോഴിയുടെ ബിരിയാണി ഓ, ഇവിടെയാണ് ബാക്ക് ബെഞ്ചേഴ്സ്. നമ്മുടെ ബാക്ക് ബെഞ്ചേഴ്സ് എങ്ങനെ നോക്കട്ടെ, തെര പോലെയാണ്. പക്ഷെ നമുക്ക് എല്ലാവരും, നിങ്ങൾ നന്നായി പാടി, ഞങ്ങളുടെ ഭാഗം നിങ്ങൾക്ക് ഒരു കൈകൊണ്ട് കലക്കി. എല്ലാവരും അവർ നന്നായി പാടിയില്ലേ? നമുക്ക് കുറിച്ചിട്ടൊന്നുമില്ല. അപ്പൊ നമുക്ക് ഒരുമിച്ച് തുടങ്ങിയാലോ? 1 2 3 4.
വിക്കി ഹ്യൂസ്റ്റൺ